ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1634. ഇന്ന് ജൂൺ മാസം 21-ാം തീയതി 173-ാമത്തെ ദിവസത്തിലെത്തി. യേശു കണ്ടെത്തിയ തെരഞ്ഞെടുത്ത പന്തിരുവർ തന്റെ വിശാല ശിഷ്യ സമൂഹത്തിൽ നിന്നാണ് അവരെ ഒരു രാത്രി നീണ്ട പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും ശേഷം പിറ്റേന്ന് പ്രഭാതത്തില് തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ പ്രത്യേകതകളും യോഗ്യതകളുമൊക്കെ എന്തെല്ലാമായിരുന്നു? എളിയവരായ ഈ അപ്പോസ്തലന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ ഉണ്ടായിരുന്നുവെന്ന് പറയാനായിട്ട് ഒരു നിവൃത്തിയുമില്ല. അവരെല്ലാവരും തന്നെ ഏറ്റവും സാധാരണക്കാരായിരുന്നു. മിടുക്കന്മാര് ആ സമൂഹത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, ബോധപൂർവം യേശു ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരനെ കണ്ടെത്തിയത് തിരഞ്ഞെടുത്തത്. അവർക്ക് ഒരേ ഒരു വീരപുരുഷനെ ആരാധിക്കേണ്ടതിനുണ്ടായിരുന്നുള്ളൂ. അത് ക്രിസ്തുയേശു മാത്രമായിരുന്നു. അവർക്ക് ത്യജിച്ചു കളയാനായിട്ട് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദരിദ്രരായിരുന്നു. തങ്ങളെ തന്നെ ത്യജിക്കുവാനായിട്ടും ശൂന്യപാത്രങ്ങളാക്കി മാറ്റാനായിട്ടും അവർക്ക് എളുപ്പമായി. അവർ അങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചത്. അങ്ങനെയുള്ളവരിൽ കൂടി മാത്രമേ യേശുവിനെ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവയൊന്നും അപ്പോസ്തലന്മാരുടെ യോഗ്യതകളല്ലേ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് വേറിട്ട് നോക്കാം. വിദ്യാസമ്പന്നനായിരുന്നു. ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരുന്നതുകൊണ്ടാണ് കർത്താവിന് പൗലൂസിനെ ഒരു വലിയ സുവിശേഷകനാക്കി തീർക്കാനായിട്ട് കഴിഞ്ഞതെന്ന് പൗലൂസ് അപ്പോസ്തലൻ തന്നെ സ്വയം ഓർക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ ഈ ദുർബലരെ, ഏറ്റവും സാധാരണക്കാരനെ യേശു തെരഞ്ഞെടുത്തു. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ തോന്നിയിട്ടുണ്ട്, ഇതിലും ദുർബലനായ, ഇതിലും ദരിദ്രനായ, ഇതിലും സാധാരണക്കാരനായ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും മുമ്പോട്ട് വരാനായിട്ട് ഒരു ആർജവമോ ഊർജമോ ഇല്ലാതെ പോകുന്നുവെങ്കിൽ ഈ അപ്പോസ്തലന്മാരായ പന്തിരുവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരെല്ലാവരും പ്രവർത്തിച്ചത്, പറഞ്ഞത് അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ദൈവാത്മാവ് പരിവർത്തിക്കുന്ന ഉപകരണങ്ങളായി മാറുകയായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറാനായിട്ട് അന്ന് അപ്പോസ്തലന്മാർക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്നും അവർ നമുക്കിടയിൽ ഇത്രത്തോളം സജീവരായി നിലകൊള്ളുന്നത്. അവനവനിൽ അധികം ആശ്രയിക്കാതെ അവനവനിലൂടെ അതിമഹത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കെൽപ്പുള്ള ദൈവത്തെ എന്തുകൊണ്ടാണ് നമുക്കൊന്നുകൂടി ഉറപ്പിച്ച ഉള്ളിൽ നിലനിർത്താൻ കഴിയാതെ പോകുന്നത്? അപ്പോസ്തലന്മാരുടെ വലിയ മധ്യസ്ഥതയൊക്കെ യാചിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ ബലഹീനതയില് ദൈവത്തിന്റെ ശക്തി വളരെ വലുതായ വിധത്തിൽ പ്രകടമാകും. ആമേൻ.